രാവിലെ തന്നെ ഡ്രസ്സൊക്കെ മാറി അതിരാവിലെ തന്നെ കുർബാനയ്ക്കൊക്കെ പോയി. പിന്നെ കുർബാന കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഒരു അച്ഛനുണ്ട്. അപ്പം അച്ഛൻ വിളിച്ചു പറഞ്ഞു നമുക്ക് ഹൗസ് ബോട്ടിങ്ങിന് പോകുന്നു. അപ്പം ഞാൻ ഇവിടെ ഇതുവരെ ഹൗസ് ബോട്ടിൽ കയറിയിട്ടില്ല കേട്ടോ. അപ്പം എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഹൗസ് ബോട്ടിൽ പോകുന്നത്. അപ്പം ഇത് വലിയൊരു ഹൗസ് ബോട്ടായിരുന്നു. അപ്പോൾ ഈ ഹൗസ് ബോട്ടിനകത്ത് ഇഷ്ടം പോലെ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാം. അറൗണ്ട് ഒരു 70-80 ആൾക്കാരൊക്കെ അതിൻ്റെ അത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു ട്രിപ്പായിരുന്നു. ആ ഇടവകക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ തന്നെ അച്ഛൻ മൈക്കൊക്കെ എടുത്ത് എല്ലാവരുമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടോക്കിനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ SSLCക്കൊക്കെ നല്ല മാർക്ക് കിട്ടിയ പിള്ളേരെയൊക്കെ കൺഗ്രാജുലേറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം എല്ലാവരും ഹൗസ് ബോട്ടും പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഹൗസ് ബോട്ടിനകത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റിനും ഇഷ്ടംപോലെ ഹൗസ് ബോട്ട്സ് ഒക്കെ വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്തെ ബെഡ്റൂമൊക്കെ. ഇപ്പോൾ ജസ്റ്റ് ഡെക്കിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ എന്തോരം ഹൗസ് ബോട്ട് നമുക്ക് ചുറ്റിനും വരുന്നതെന്നറിയും. പിന്നെ അങ്ങോട്ട് എല്ലാവരും പാട്ട് പാടലും എല്ലൊക്കെ ആയിരുന്നു. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും നല്ല ഫുഡായിരുന്നു. കരിമീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ തൊട്ടത്തിൽ. പിന്നെ ഒരു ഉച്ച സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഡെക്കിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും എത്ര ഹൗസ് ബോട്ട്സ് വന്നും പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈവനിങ് ആയപ്പം അച്ഛൻ്റെ വീട്ടിലായിരുന്നു നമുക്ക് ഡിന്നർ. പിന്നെ ഇടവകക്കാരെല്ലാവരും കൂടെ അച്ഛൻ്റെ വീട്ടിൽ ഒത്തുകൂടി ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും പിരിഞ്ഞത്.